നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചു. ഇന്ന് 30 തിങ്കളാഴ്ചയാണ്. അമ്പലത്തിൽ പോയി വന്നു. പിന്നെ ഇന്ന് പ്രത്യേക ഒരു സന്തോഷം എന്ന് വെച്ചാൽ വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. വിവേകാനന്ദ സെൻട്രൽ സ്കൂളുണ്ട് ഞങ്ങളുടെ ഇവിടെ. അവിടെ ഇന്ന് ഗുരുപൂജ ഉണ്ടായിരുന്നു. ഗുരുപൂർണിമയുടെ ആഘോഷമൊക്കെ ഇന്നലെ ഞായറാഴ്ച ആയത് കാരണം ഈ വിവേകാനന്ദ വിദ്യാനികേതനിൽ ഇന്നായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ വന്നിട്ട് വേണ്ടേ ആചരിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ക്ഷണിക്കപ്പെട്ട ഒരു സദസ്സിൽ പോയിട്ട് ഞാനും പോയിരുന്നു കേട്ടോ അതിൽ പങ്കെടുക്കാൻ. എൻ്റെ ഹസ്ബൻഡ് മാഷയാണ്, രാജേട്ടനെയാണ് ഒരു ഗുരുവായിട്ട് ക്ഷണിച്ചത്. അങ്ങനെ ഗുരുവിനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും പോയി പങ്കെടുത്തു. ഒരു ആശംസയൊക്കെ പറഞ്ഞു തിരിച്ചു വന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഭക്ഷണത്തിൽ ഒരു സ്പെഷ്യൽ സാധനം, കർക്കിടകം 7 കഴിയാൻ പോവല്ലേ. അപ്പം നമ്മൾ സാധാരണ ഈ സമയത്ത് കഴിക്കുന്ന ഒരു നല്ല ടേസ്റ്റുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് ഞാനിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്നറിയോ? അറിയോ? ഓർമ്മയുണ്ടോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളന്ന് ഉപ്പിലിട്ട് വെച്ച മാങ്ങ, ഉപ്പുമാങ്ങ. അച്ചാറിൻ കൂട്ടത്തിൽ ഉപ്പുമാങ്ങ എന്ന് പറയും. ഇതൊരു ഉപ്പുമാങ്ങ അല്ലേ. അച്ചാർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് കടുമാങ്ങയാണ് കേട്ടോ. ഇത് ഉപ്പുമാങ്ങയാണ്. നമ്മുടെ നാടൻ മാവിൻ്റെ മാങ്ങ, മൂത്ത മാങ്ങ ഞാൻ എടുത്തത് ഉപ്പിലിട്ട് വെച്ചതാണ്. ഇത് കേട് വരാതിരിക്കാനായിട്ട് എന്ന് വെച്ചാൽ നല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് മുളക്, കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ പൂപ്പിൽ വരാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ ചുർക്ക വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടും പൂപ്പലൊന്നുമില്ല. പണ്ട് കാലത്ത് നമ്മൾ വിനാഗിരി ഒന്നും ഒഴിക്കാറില്ല. എങ്കിലും ഇപ്പം ഞാനത് ഒഴിച്ചിട്ട് ഒട്ടും കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല രസമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നുണ്ടോ? തുറന്നപ്പോൾ എന്താ വാസന എന്നറിയോ? ഉണ്ടാക്കാം കേട്ടോ. എൻ്റെ സ്കൂളിലൊക്കെ ഇങ്ങനെ എൽസി ടീച്ചർ കൊണ്ടുവരാറുണ്ട് ഉപ്പുമാങ്ങ. ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവരും. അത് നമുക്ക് നോക്കാം കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടെ ചമ്മന്തി ഇറക്കി അരച്ച് കളിക്കൊക്കെ ചെയ്യാം. നമുക്ക് നോക്കാം. ടീച്ചർ ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ ഇത്. നിങ്ങളുടെ വീട്ടിൽ ഉപ്പുമാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നോക്കൂ, ഞാൻ ഈ പാത്രത്തിലേക്കാണ് ഉപ്പുമാങ്ങ റെഡിയാക്കാൻ പോണത്. ഇതാണ് കേട്ടോ മുളക്. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ചോണ്ടാ കേട്ടോ. നമ്മുടെ മുളകിൻ്റെ തൈ, അതായത് ഞാൻ ചാക്കിൽ പ്ലാസ്റ്റിക് ചാക്ക് ഉണ്ടല്ലോ, നമ്മുടെ സിമെൻറ്റ് വളമൊക്കെ കൊണ്ടുവന്ന ചാക്കിൽ ചവറിട്ട് വെച്ചു. മുറ്റടിക്കുന്ന ചവർ ആക്കി വെച്ചിട്ട് അതിനുള്ളിൽ കുറച്ച് മുകളിൽ മണ്ണൊക്കെ ഇട്ടിട്ട് മുളകും തൈ വെച്ചതാണ്. അതിലുണ്ടായ ആദ്യത്തെ മുളകാണ് ഇട്ടത്. സുന്ദരി മുളകുകൾ അല്ലേ. അപ്പം നമുക്ക് ഇതിനെയാണ് ഇന്നത്തെ ഇതിലേക്ക് കൂട്ടാക്കാൻ പോണത്. എടുക്കാം അല്ലേ. പറയില്ലേ, ഇഞ്ചി കഷ്ണം പോലത്തെ മാങ്ങയാണ് കേട്ടോ. ഇഞ്ചി കഷ്ണം പോലത്തെ, ഒട്ടും തന്നെ ചീഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ അമർത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല. ഞെട്ടി അടക്കാട്ടിരിക്കുന്നത് സൂപ്പർ മാങ്ങ കണ്ടോ. സൂപ്പർ മാങ്ങ. നമുക്കിതിനെ പൂളിയിട്ട് നോക്കൂ. കണ്ടോ? ഒട്ടും തന്നെ ചീഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിടാം. നെക്സ്റ്റ് ഭാഗം ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, ഇത് ഒട്ടും തന്നെ ഡാമേജ് ആയിട്ടില്ല എന്ന്. അത്ര നല്ല മാങ്ങ. നമ്മുടെ നാട്ടുമാവിൻ്റെ, നമ്മുടെ വടക്കോർത്ത് മുറ്റത്ത് നിൽക്കണ മാവിൻ്റെ ഇപ്രാവശ്യം ഉണ്ടായ മാങ്ങയാണ്. മാങ്ങണ്ടി കളയാം. മാങ്ങ ഇതാണ്. ഇതിലേക്ക് ചേർക്കണ വെള്ളം ഇത് തന്നെയാണ് കേട്ടോ. ഇതാ ഉപ്പ് വെള്ളമാണ് കേട്ടോ. ഇതാ വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ 2 മുളകിടാം. നമ്മളിങ്ങനെ പച്ചക്കണ കാന്താരി മുളകില്ലേ, അതിലിടാം. 1 ഇട്ടു. 2 മതി. അടച്ചു വയ്ക്കാം. നമുക്കിതിലേക്ക് നല്ല പച്ചമുളക് ചേർക്കണ്ടേ.
ചെറുതാക്കി എരിഞ്ഞില്ല കേട്ടോ. ഞാൻ കൈമേ ആക്കണില്ല കേട്ടോ. എന്താ കാരണം എന്നറിയോ? കൈ നീറും. ഇതാ റെഡി. കൊതിയാവുണ്ടോ? ഇനി ഇത് ചോറുണ്ണുമ്പോൾ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ടിങ്ങനെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതിങ്ങനെ ഉപ്പിയിട്ട് അങ്ങനെ തിന്നാം. എന്താ ടേസ്റ്റാണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് എൽസി ടീച്ചർ കൊണ്ടുവരാം കേട്ടോ. ഞങ്ങളെന്താ ചെയ്യുന്നത്, എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഈ മാങ്ങ എടുത്ത് ഇങ്ങനെ ചെത്തിയിട്ട് പൂളിയിട്ട് നാളികേരമൊക്കെ കൂട്ടി അരച്ച് കലക്കി ഉണ്ടാക്കും. പക്ഷേ എൽസി ടീച്ചർ ഇങ്ങനെയാണ് കൊണ്ടുവരിക. പിന്നെ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്കിത്തിരി ചോറുണ്ടാലോ? ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഞാൻ ഉപ്പും മുളകൊക്കെ ഉണ്ടെന്ന്. നല്ല പുളിയുണ്ട്, ഉപ്പുണ്ട്, ഒക്കെ ഉണ്ട്. തിന്നട്ടെ? ശരിക്കും ഇതിന് എരിവുണ്ട് കേട്ടോ. നമ്മളന്ന് കാന്താരി മുളക് കിട്ടില്ലേ, അതിൻ്റെ എരിവ് ഇതിനുണ്ട്. ചോറുണ്ടല്ലോ, ഒരു ഉരുള ചോറ് ഇട്ട് അത് കൂട്ടിയിട്ട് വെക്കട്ടെ. ഒരു കഷ്ണം മാങ്ങയും ഒരു പച്ചമുളകിൻ്റെ കഷ്ണവും ഒരു കാന്താരിയുടെ കഷ്ണവും ഒക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ ഉടക്കുക. തണുത്ത ചോറുണ്ടെങ്കിൽ അത് കഴിക്കാനും നല്ലതാണ് കേട്ടോ. നമ്മുടെ കാന്താരി വേഗം ഉടയും, ഉപ്പിലിട്ടതല്ലേ. ഈ പച്ചമുളകും ഒന്ന് ചാലിച്ച് ചേർക്കാം. എന്നിട്ട് അതിങ്ങനെ ചോറ് അങ്ങോട്ട് ഉരുട്ടിയിട്ട് ഓർമ്മയില്ലേ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ളത്? സ്വാദുണ്ടല്ലേ? പണ്ടത്തെ ഊണ് കഴിക്കലും ഇപ്പുറത്തെ ഊണ് കഴിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? പണ്ട് ഇങ്ങനെ കുഴച്ച് ഉരുട്ടി ഇങ്ങനെ കഴിക്കും. ഇപ്പം അങ്ങനെയല്ല അല്ലേ കഴിക്കുക? ഇപ്പം എങ്ങനെ കഴിക്കാതെ ഇതിങ്ങനെ എടുത്തിട്ട് ഈ വിരലിൻ്റെ തുമ്പ് കൊണ്ട് മാത്രം എടുത്തിട്ട് അങ്ങനെ കഴിക്കും. ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല അല്ലേ? പണ്ടങ്ങനെയല്ല, ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക, ആസ്വദിച്ച് കഴിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഈ വിരലിൻ്റെ തുമ്പ് മാത്രം ചോറാവാൻ പാടുള്ളൂ അല്ലേ? കയ്യിൻ്റെ ഉള്ളം കയ്യിൽ ചോറാവാൻ പാടില്ല, പുറത്താവാൻ പാടില്ല. കഴിഞ്ഞു കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഒരു ഉരുളെടുത്തത്. അതിന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം കേട്ടോ. പിന്നെ വൈകുന്നേരം എടുക്കാം, ബാക്കിയുണ്ടെങ്കിൽ നാളെ എടുക്കാം. കൈ കഴുകട്ടെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കർക്കിടക മാസം ഇന്ന് 7-ാം തീയതിയാണ്. ഞാൻ ശിവോതിക്ക് വയ്ക്കൽ ഇന്നത്തോടുകൂടി കഴിയണം കേട്ടോ. ഇന്ന് രാവിലെ വെച്ചു, വൈകുന്നേരം വയ്ക്കും. അതോടെയായിട്ട് ശിവോതി വയ്ക്കൽ കഴിഞ്ഞു. പിന്നെ നാളെ തൊട്ട് രാമായണം വായന മാത്രമേ ഉള്ളൂ. കുളിക്കുക, ജപിക്കുക, രാമായണം വായിക്കുക, അത്രേ ഉള്ളൂ. അമ്പലങ്ങളിലൊക്കെ പോകാം, നാലമ്പലം വേണമെങ്കിൽ ദർശിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, മഴ, ശക്തിയായ മഴ, കാറ്റ്, ഭയങ്കര ചുഴലിക്കാറ്റൊക്കെ ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. പനിയാണെങ്കിൽ എല്ലായിടത്തും നിപ്പ, അതുപോലെ എലിപ്പനി, അങ്ങനെ പലതരത്തിലുള്ള പനികളൊക്കെ വരുന്നുണ്ട്. അത് വരാതിരിക്കാനായിട്ട് ശുദ്ധമായ വീടൊക്കെ വൃത്തിയായിട്ട് നമ്മൾ സംരക്ഷിക്കുക. നല്ല വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം മാത്രം കുടിക്കുക. അതുപോലെ നമ്മുടെ ശരീരവും മനസ്സും ആഹാരവും എല്ലാം ശുചിയായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ
പഴകിയ വസ്തുക്കൾ കഴിക്കാതിരിക്കുക, പനി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, ആരോഗ്യത്തിൽ എല്ലാം കൊണ്ടും ശ്രദ്ധിക്കണം. പിന്നെ വഴുക്കി വീഴാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്മ, അതായത് മകളെ നോക്കാനായിട്ട് വന്ന അമ്മയാണ് വഴുക്കി വീണ് മരിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി എല്ലാവരോടും പറയണം, ശ്രദ്ധിക്കുക, വഴുക്കി വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. മുറ്റം ചുറ്റുമൊക്കെ ടൈൽസായാലും അല്ലെങ്കിൽ മണ്ണായാലും ഒക്കെ വഴുക്കലുണ്ടായിരിക്കും, ശ്രദ്ധിക്കുക. നടക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴുക്കി വീഴും എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കാല് വയ്ക്കുമ്പോൾ പെരുവിരൽ അമർത്തി ചവിട്ടിയാൽ മതി, വഴുക്കില്ല. ഓരോ സ്റ്റെപ്പും കരുതലോടെ വയ്ക്കുക, വഴുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, പനി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മളുടെ പ്രാർത്ഥന നമ്മളെ എപ്പോഴും കാത്തു രക്ഷിക്കും. എല്ലാ ദോഷങ്ങളിൽ നിന്നും, എല്ലാ ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് ഒറ്റ ഉപാധിയേ ഉള്ളൂ, അത് പ്രാർത്ഥന തന്നെയാണ് കേട്ടോ. പിന്നെ എല്ലാവരെയും സ്നേഹിക്കുക. ഇത്രയും ഇന്നത്തെ നല്ല ദിവസത്തിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്മ വരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ.